പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒരു കാളസർപ്പം കടന്നു വന്നിരുന്നു. ഇപ്പോഴും പല കുടുംബങ്ങളിലേക്കും അവൻ പതുക്കെ പതുക്കെ കടന്നു വരുന്നുണ്ട്. അച്ഛന്മാരുടെ വിതുമ്പലുകൾ, അമ്മമാരുടെ തേങ്ങലുകൾ, അടക്കിപ്പിടിച്ച കരച്ചിലുകൾ, സഹോദരിമാരുടെ വിതുമ്പൽ ഒക്കെ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്നു. പ്രതിരോധിക്കുവാൻ വഴികളില്ലായിരുന്നു. മയക്കുമരുന്നിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തൊഴിലിടങ്ങളിൽ, ക്യാമ്പസുകളിൽ പടർന്നു കയറിയ അതിപ്രസരത്തിന്റെ കണക്കുകൾ നമുക്കറിയാതെ പോയി. പ്രതിരോധത്തിന്റെ വഴികൾ അടഞ്ഞു തുടങ്ങിയപ്പോൾ 2026 ജൂൺ മാസം 2-ാം തീയതി ഓപ്പറേഷൻ തൂഫാൻ സ്റ്റാർട്ട് ചെയ്തു. തൂഫാൻ ദി നാർക്കോ ഹണ്ട്. വീശിയടിച്ച തൂഫാനിൽ മയക്കുമരുന്നുകളുടെ കോട്ടകൾ ഇളകിയാടുന്നത് നമ്മൾ കാണുകയാണ്. പ്രഖ്യാപിച്ച് 21 ദിവസത്തിനുള്ളിൽ പിടികൂടപ്പെട്ട കഞ്ചാവിൻ്റെയും മറ്റു മയക്കുമരുന്നുകളുടെയും വിപണി മൂല്യമെന്നത് 30 കോടിയായിരുന്നു. 174 കേസുകളാണ് ശരാശരി പ്രതിദിനം രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആദ്യ 21 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളുടെ എണ്ണം 3637. അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരുടെ എണ്ണം 3931 രേഖപ്പെടുത്തിയത്. നോക്കൂ, ഒരു മയക്കുമരുന്ന് വിരുദ്ധ പോരാട്ടം തുടങ്ങുകയായി. ഇനി എന്താണ് പിന്നീട് സംഭവിച്ചത്? 2026 ആഗസ്റ്റ് 21 വരെ ലഭ്യമായ വിവരം അനുസരിച്ച് ഏകദേശം 10,015 അറസ്റ്റുകളാണ് രേഖപ്പെടുത്തിയത്. ഇനി നമുക്ക് പഴയ കണക്കുകളിലേക്കൊന്ന് പോകാം. 2021 13,000 മുതൽ 15,000 വരെ NDPS കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അത് 2025 36,914 കേസുകളായി വർദ്ധിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? തൂഫാനിൽ പിടികൂടപ്പെടുന്ന പ്രതികൾക്ക് എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടാതെ പോകുന്നത്? നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കും. നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആക്ടിന്റെ സെക്ഷൻ 52 അന്വേഷണ വേളയിലെ സുരക്ഷിത വ്യവസ്ഥയെന്നാണ് പരമോന്നത നീതിപീഠം സൂചിപ്പിച്ചിട്ടുള്ളത്. എന്താണ് ആ സെക്ഷന്റെ പ്രത്യേകത? അറസ്റ്റിലായ വ്യക്തികളെയും പിടിച്ചെടുത്ത വസ്തുക്കളെയും നിയമാനുസൃതം കൈകാര്യം ചെയ്യൽ എന്നുള്ളതാണ് ആ വ്യവസ്ഥയെന്ന് പറയുന്നത്. അറസ്റ്റ് തൊട്ട് തുടർന്നുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് വിശദമായി സൂചിപ്പിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 52. നിർഭാഗ്യവശാൽ പല കേസുകളിലും ഈ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കപ്പെട്ടിട്ടില്ല. അത് കാരണം പലപ്പോഴും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പ്രോസിക്യൂഷൻ വാദങ്ങൾ പലപ്പോഴും ദുർബലമാവുകയും പ്രതികൾ അഥവാ കുറ്റാരോപിതർ രക്ഷപ്പെടുകയും ചെയ്തു. ഇന്ന് തൂഫാൻ ശക്തമായി മുന്നേറുന്നു. ക്യാമ്പസുകളിലും പൊതു തൊഴിലിടങ്ങളിലും ഒക്കെ തൂഫാൻ വീശിയടിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണം കൂടി വരുന്നു, വർദ്ധിച്ചു വരുന്നു. കുറ്റവാളികൾ നിയമത്തിന്റെ മുന്നിലാകുന്നു. ആശ്വാസത്തോടെ പല മാതാപിതാക്കളും പറയുന്നത് കേൾക്കാം, അതെ, മാറ്റമുണ്ട്. സമൂഹത്തിൽ മൊത്തത്തിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്തിനേറെ, ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച കുട്ടികൾ തന്നെ പല ക്യാമ്പസുകളിലും അവയ്ക്കെതിരായിട്ടുള്ള പ്രചാരകരായി മാറുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതെ, ഒത്തു നിന്നാൽ, സമൂഹത്തിന്റെ പിന്തുണയുണ്ടെങ്കിൽ ഏതൊരു പ്രോജക്റ്റും നമുക്കിവിടെ വിജയിപ്പിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ സന്ദേശമാണ് തൂഫാൻ മുന്നോട്ട് വയ്ക്കുന്നത്. ആരെയാണ് ഈ ലഹരി വ്യാപാരത്തിന്റെ കണ്ണികൾ ലക്ഷ്യമിടുന്നത്? ആ ചോദ്യം വീണ്ടും ഉയരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നോക്കക്കാരനെയും ഇടത്തരക്കാരനെയുമാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. അവരുടെ കുഞ്ഞുങ്ങളെ, ദിവസക്കൂലികൾക്കായി കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന സാധുക്കളായ മനുഷ്യർ, അവർ പിന്നോക്കക്കാരാണ്, ഇടത്തട്ടുകാരാണ്, പലതരം തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ്, കഠിനാധ്വാനികളാണ്. ചിലപ്പോൾ അവർ വീട്ടിലേക്ക് വരുന്നത്, ജോലി കഴിഞ്ഞ് വരുന്നത് 2 എണ്ണം വീശിയിട്ടായിരിക്കും. അതൊരു പഴയ രീതിയായിപ്പോയി. മദ്യപാന ശീലം കണ്ടുവളർന്ന കുട്ടികളാണ് പിന്നീട്
മയക്കുമരുന്നുകളിലേക്ക് തിരിഞ്ഞു പോകുന്നതെന്ന് സത്യം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കുടുംബാന്തരീക്ഷം മെച്ചപ്പെടണം. അന്ന് മദ്യപാനമായിരുന്നുവെങ്കിൽ ഇന്ന് MDMA എന്ന വ്യത്യാസമേ ഉള്ളൂ. ചികിത്സ വേണ്ടുന്നത് ഇടത്തരക്കാരൻ്റെയും പിന്നോക്കക്കാരൻ്റെയും കുടുംബങ്ങൾക്കാണ്. ഇരകളായി മാറുന്നത് ഒറ്റമുറി വീടുകളിൽ താമസിക്കുന്ന സാധുക്കൾ. ചില വീടുകളൊക്കെ ഒരു ടാർപ്പാ ഷീറ്റിൻ്റെ മേളിൽ മാത്രം 3 കാലുകളിൽ നിലനിൽക്കുന്ന വീടുകൾ. അവിടെ നിന്ന് വരുന്ന സാധുക്കളായ കുട്ടികൾ, അവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഇരകൾ. ഒപ്പം പൊതുസമൂഹത്തിലെ പല ഇടങ്ങളിൽ നിന്നും ഇരകൾ രൂപപ്പെടുന്നു. എങ്കിലും ബഹുഭൂരിപക്ഷവും വരുന്നത് ഏറ്റവും സാധുക്കളായ കുട്ടികളാണെന്ന സത്യം നമ്മൾ ഇനിയും തിരിച്ചറിയാതെ പോകുന്നു. അതെ, പിന്നോക്കക്കാരൻ്റെയും ഇടത്തട്ടുകാരൻ്റെയും സാധുക്കളായ മനുഷ്യരുടെയും കുടുംബങ്ങളിൽ നിന്നാണ് ഇരകൾ സൃഷ്ടിക്കപ്പെടുന്നത്. നമ്മൾ ജാഗരൂകരാകണം. പോരാട്ടം അവനവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ആകട്ടെ. ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകാം. അത് നമ്മൾ നമ്മളോട് കാണിക്കുന്ന നീതിയാണെന്ന സത്യം തിരിച്ചറിയുക. നന്ദി, നമസ്കാരം.